ഹലോ മക്കളെ, നമ്മൾ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ലോ ഓഫ് മാസ് ആക്ഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ലോ ഓഫ് മാസ് ആക്ഷൻ ഇതൊക്കെ വെച്ചിട്ട് പ്രഷറിനും വോളിയത്തിനും ഒക്കെ എന്ത് ചേഞ്ചാണ് ഒരു റിയാക്ഷനിൽ സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് നിൽക്കുകയാണ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നല്ലപോലെ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്നും വരുന്നതാണ്. ഒരു സിസ്റ്റം, എന്താണ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എവിടെയാണോ ആ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലിരിക്കുകയാണ്. ഇക്വിലിബ്രിയത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആകുന്നതിൻ്റെയും പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻ്റ് ആകുന്നതിൻ്റെയും സ്പീഡ് ഒരുപോലെയാണ്. അപ്പോൾ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറോ പ്രഷറോ കോൺസെൻട്രേഷനോ, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസായ ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ ഇതിലേതെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ആ സിസ്റ്റം അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ ആണോ? ഇഫ് വി ചേഞ്ച് ദ ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ ആൻഡ് പ്രഷർ ഓഫ് എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറോ പ്രഷറോ കോൺസെൻട്രേഷനോ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ ദാറ്റ് സിസ്റ്റം വിൽ ട്രൈ ടു നള്ളിഫൈ, ആ സിസ്റ്റം ട്രൈ ചെയ്യും. എന്തിനു വേണ്ടിയാ? ആ ഇഫക്റ്റിനെ ഇല്ലാതാക്കാൻ, ആ ഇഫക്റ്റ് കൊണ്ട്, ആ ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന ഇഫക്റ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് എന്ത് പറയുന്നത്? ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്. നോക്കിയേ, ഇഫ് വി ചേഞ്ച് the temperature, if we change the temperature, concentration or pressure of a system, temperature, concentration or pressure of a system in equilibrium, that system will try, that system, ആ സിസ്റ്റം എന്ത് ചെയ്യും? will try to nullify, will try to nullify, nullify എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാതാക്കുക. nullify the change, ആ ചേഞ്ചിനെ അല്ലെങ്കിൽ ഇഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച്, ആ ചേഞ്ചിനെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് എന്ത് പറയുന്നത്? ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കാം. എന്താ നോക്കിക്കേ, ഒരു റിയാക്ഷൻ എ റിവേഴ്സിബിളി ഗീവ്സ് ബി. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ്. എ ബി ആകുന്നതിൻ്റെയും, എ ബി ആകുക എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ, തിരിച്ച് ബി എ ആകുക, ദാറ്റ് മീൻസ് ബാക്ക്വേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേഡ് റിയാക്ഷൻ്റെയും സ്പീഡ് ഒരുപോലെയാണ്. ഈ റിയാക്ഷൻ നടക്കുന്നത് ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ടാണെന്ന് വിചാരിക്കുക. അതായത് എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ബി ആയിട്ട് മാറുന്നത് ആരെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ്? ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ്. ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന റിയാക്ഷൻ്റെ പേരെന്താ? എൻഡോതെർമിക് റിയാക്ഷൻ. എന്താ? എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഒരു റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറണമെങ്കിൽ ടെമ്പറേച്ചർ വേണം. ടെമ്പറേച്ചർ ഹീറ്റ് കൊടുത്താൽ മാത്രമേ റിയാക്റ്റൻ്റ് എന്തായിട്ട് മാറൂ? പ്രോഡക്റ്റായിട്ട് മാറും. അങ്ങനെ ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും 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 നമ്മൾ എന്ത് കൊടുക്കുന്നത്? ടെമ്പറേച്ചർ കൊടുക്കുന്നത്. അപ്പം ഒരു ഇക്വിലിബ്രിയത്തിലിരിക്കുകയാണ്. റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആകുന്നതിൻ്റെയും പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻ്റ് ആകുന്നതിൻ്റെയും സ്പീഡ് ഒരുപോലെ ഒരു ടെമ്പറേച്ചറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഈ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ അങ്ങ് കൂട്ടി. ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ റിയാക്ഷൻ്റെ സ്പീഡ് എന്ത് ചെയ്യണം? കൂടണം. ഇക്വിലിബ്രിയത്തിൽ നിന്നും അത് മാറും അല്ലേ? ഉടനെ തന്നെ നമ്മുടെ സിസ്റ്റം അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഹീറ്റിനെ മൊത്തം ഇത് പിന്നെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുക. അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ റിയാക്റ്റൻ്റ് എന്തായിട്ട് മാറും? പ്രോഡക്റ്റായിട്ട് മാറും. മനസ്സിലായോ? ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറോ കോൺസെൻട്രേഷനോ പ്രഷറോ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ
ഏത് രീതിയിൽ അതിനെ ഇല്ലാതാക്കാൻ പറ്റുമോ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ സിസ്റ്റം. അതിനൊരു എക്സാമ്പിളാണ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ, ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ, ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ, ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ റിയാക്റ്റൻ്റ് എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ? കൂടുതൽ കൂടുതൽ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഇൻക്രീസിങ് ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇൻക്രീസ് ദ ടെമ്പറേച്ചർ റിയാക്ഷൻ ഏത് ഡയറക്ഷനിൽ പോകും? ഫോർവേഡ് ഡയറക്ഷനിൽ പോകും. റിയാക്ഷൻ ഏത് ഡയറക്ഷനിലാണ്? ഫോർവേഡ് ഡയറക്ഷനിൽ പോകും. അങ്ങനെയാണെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ്റെ കേസ് മാത്രമാണേ പറയുന്നത്. ഒരു റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ റിയാക്റ്റൻ്റ് എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ്റെ പേരാണ് ഫോർവേഡ് റിയാക്ഷൻ. ദാറ്റ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കൂടുകയാണ്. അതായത് ഇത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇക്വിലിബ്രിയം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇനി നമ്മുടെ ഒരു റിയാക്ഷൻ നടക്കുന്നത് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്തുകൊണ്ടാണെന്ന് വിചാരിക്കുക. അതായത് റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് പുറത്തേക്ക് പോവുകയാണ്. ആ റിയാക്ഷൻ്റെ പേരാണ് എക്സോതെർമിക് റിയാക്ഷൻ. നമ്മൾ ആ സമയത്ത് ഹീറ്റിനെ കൊടുക്കുകയാണ്, ടെമ്പറേച്ചർ കൊടുക്കുകയാണ്. ഈ സിസ്റ്റത്തിന് ഹീറ്റ് വേണ്ട, ഹീറ്റിനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ടെമ്പറേച്ചറിനെ കൊടുക്കുന്നത്. ടെമ്പറേച്ചറിനെ കൊടുക്കുമ്പോൾ ഇതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഉടനെ തന്നെ, അതായത് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്താൽ അത് ഏത് റിയാക്ഷനാണ്? ഫോർവേഡ് റിയാക്ഷനാണ്. ഹീറ്റിനെ ലിബറേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന റിയാക്ഷനാണ് ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ. അപ്പോഴാണ് പിന്നെയും ടെമ്പറേച്ചർ കൊടുക്കുന്നത്. ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴത്തേനും അതിനെ ഉടനെ തന്നെ എന്ത് ചെയ്യുക? ഉണ്ടായ പ്രോഡക്റ്റ് മൊത്തം എന്തിലേക്ക് വരും? റിയാക്റ്റൻറ്റിലേക്ക് വരും. അതായത് ഒരു റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ അത് ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഇനി റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ അത് ബാക്ക്വേഡ് ഡയറക്ഷനിൽ വരും. ശ്രദ്ധിച്ചോണേ മക്കളെ, ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നു. ആ റിയാക്ഷൻ എൻഡോതെർമിക് ആണ്. റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ അത് ഏത് ഡയറക്ഷനിൽ പോകും? ഫോർവേഡ് ഡയറക്ഷനിൽ പോകും. അപ്പോൾ ടെമ്പറേച്ചർ കുറച്ചാൽ എങ്ങനെ ആയിരിക്കും? എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചാൽ എങ്ങനെയായിരിക്കും? ബാക്ക്വേഡ് ഡയറക്ഷനിൽ വരും. ഇത് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ടോപ്പിക്കാണ്. ഇതാ നോക്കിയേ, എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഫോർവേഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കും. അതേ സിസ്റ്റം എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചാൽ ഏത് ഡയറക്ഷനിൽ നടക്കും? ബാക്ക്വേഡ് ഡയറക്ഷനിൽ നടക്കും. ക്ലിയർ ആയല്ലോ? എൻഡോതെർമിക് ആണ്. നിങ്ങളത് പറയാണ് ഒരു സിസ്റ്റം എൻഡോതെർമിക് ആണ്, അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്നു. ഇത് എങ്ങോട്ടേക്കാണ് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നത്? കണ്ണു അടച്ചുകൊണ്ട് പറയുക. എൻഡോതെർമിക് ആണോ? ടെമ്പറേച്ചർ കൂട്ടിയാൽ അത് ഫോർവേഡ് ഡയറക്ഷൻ, ടെമ്പറേച്ചർ കുറച്ചാൽ അത് ബാക്ക്വേഡ് ഡയറക്ഷൻ. ഏത് റിയാക്ഷൻ്റെ കേസിൽ? എൻഡോതെർമിക്കിൻ്റെ കേസിൽ. ഇനി നമ്മൾ പറയുകയാണ് എക്സോതെർമിക് ആണ്. ഹീറ്റിനെ ലിബറേറ്റ് ചെയ്താൽ മാത്രമേ റിയാക്റ്റൻ്റ് എന്താവൂ? പ്രോഡക്റ്റ് ആവൂ. റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത് ഫോർവേഡ് റിയാക്ഷൻ. ഹീറ്റിനെ ലിബറേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോഴാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത്? കൂട്ടിക്കൊടുക്കുന്നത്. പിന്നെ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആവുമോ? ഇല്ല. ഉടനെ തന്നെ എന്ത് ചെയ്യും? പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻ്റ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഏത് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കും? ബാക്ക്വേഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കും. ഇതാ നോക്കിയേ, എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ബാക്ക്വേഡ് ഡയറക്ഷൻ. ഏതാ? ബാക്ക്വേഡ് ഡയറക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്നു. ആ പ്രോസസ്സ് എൻഡോതെർമിക് ആണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷൻ. ടെമ്പറേച്ചർ കൂട്ടുന്നത് എക്സോതെർമിക്കിൻ്റെ ആണെങ്കിൽ അത് ബാക്ക്വേഡ് ഡയറക്ഷൻ. ക്ലിയർ ആയോ? അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റത്തിലേക്ക് ടെമ്പറേച്ചർ നമ്മൾ ചേഞ്ച് ചെയ്തു. ആ സിസ്റ്റം അതെന്ത് ചെയ്യും? അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിലൊന്നാമത്തെ കാര്യമാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ വേരി ചെയ്താൽ എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂട്ടിയാൽ എൻഡോതെർമിക് റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകും. ടെമ്പറേച്ചർ കൂട്ടിയാൽ എക്സോതെർമിക് റിയാക്ഷൻ ബാക്ക്വേഡ് ഡയറക്ഷനിലേക്ക് വരും. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ,
പ്രഷറാണ് നമ്മൾ കൂട്ടുന്നതെന്ന് വിചാരിക്കുക. പ്രഷർ ഉദാഹരണത്തിന് N2 + 3H2 gives 2NH3. N2 + 3H2 gives 2NH3. നമുക്കറിയാം നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നോ, നമ്മൾ എവിടെയായാലും എത്രത്തോളം പ്രഷർ കൊടുക്കുന്നോ അത് പെട്ടെന്ന് റിയാക്ഷന് വിധേയമാകും അല്ലേ. നമ്മൾ ഈ സിസ്റ്റത്തിലെ പ്രഷർ ചേഞ്ച് ചെയ്യുക, പ്രഷർ കൂട്ടുകയാണ്. പ്രഷർ കൂട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ നോക്കണം. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആണോ, ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ നോക്കുക. അതായത് എവിടെയാണോ നമ്പർ ഓഫ് ഡെൽറ്റ എൻ അല്ല, നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് നോക്കുക, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് നോക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ 1 മോൾ നൈട്രജൻ, ഇവിടെ 3 മോൾ നൈട്രജൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് എത്രയാ? 4 ആണ്. ഇവിടെ അമോണിയ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് എത്രയാണ്? 2 ആണ്. പ്രഷറിന് ചേഞ്ച് ഉണ്ടോ എന്നറിയാൻ നമ്പർ ഓഫ് മോൾസ് നോക്കുക. എവിടെ നമ്പർ ഓഫ് മോൾസ് ഡിഫറൻ്റ് ആണെങ്കിൽ, ഇവിടെ റിയാക്റ്റൻ്റെ കേസിൽ 4, ഇവിടെ പ്രോഡക്റ്റിൻ്റെ കേസിൽ 2, നമ്പർ ഓഫ് മോൾസ് ഡിഫറൻ്റ് അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റും നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റും ഡിഫറൻ്റ് ആണെങ്കിൽ എവിടെയാണോ ലെസ് നമ്പർ ഓഫ് മോൾസ് ഉള്ളത് ആ ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കും. നോക്കിയേ, ദ റിയാക്ഷൻ വിൽ ഷിഫ്റ്റ് ടു the direction in which lesser number of moles അതായത് റിയാക്ഷൻ ഏത് ഡയറക്ഷനിൽ നടക്കുമെന്നാ പറഞ്ഞേ? മോളുകളുടെ എണ്ണം എവിടെയാണോ കുറവുള്ളത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. എന്തോ നോക്കിയേ, ഇവിടെ റിയാക്ടൻ്റെ സൈഡിൽ 4 മോൾസ്, പ്രോഡക്റ്റിൻ്റെ കേസിൽ 2 മോള്. നമ്മൾ പ്രഷർ കൂട്ടുകയാണ്. അപ്പോൾ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത്, എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത്? പ്രോഡക്റ്റിൻ്റെ കേസിലാണ്. ആ ഡയറക്ഷനിലേക്ക് നടക്കും. ആ ഡയറക്ഷനിലേക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. പ്രോഡക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ ഏത് റിയാക്ഷനാ? ഫോർവേഡ് റിയാക്ഷനാ. അപ്പം ഈ സിസ്റ്റത്തിൻ്റെ പ്രഷർ ഞാൻ കൂട്ടി. പ്രഷർ കൂട്ടിയാൽ ഇത് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും? അതായത് ലെഫ്റ്റ് സൈഡിൽ 4 ഉണ്ട്, റൈറ്റ് സൈഡിൽ 2 ഉള്ളൂ. എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് അങ്ങോട്ടേക്ക് നീങ്ങും. അങ്ങോട്ടേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത്? റൈറ്റ് സൈഡിലാണ്. ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ദാറ്റ് മീൻസ് ഏത് ഡയറക്ഷനിലേക്ക് പോകും? ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകും. ഇനി അടുത്ത് നോക്കിയേ, PCl5 gives PCl3 + Cl2. നമ്മളിത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. N2 + 3H2 പ്രഷറുമായിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പ്രഷറുമായിട്ട് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഞാൻ നോക്കിയേ, ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലിരിക്കുകയാണ്. ഇതിൻ്റെ പ്രഷർ കൂട്ടിയാൽ ഇത് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും? നമ്മളൊന്നുമില്ല. ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് 1, ഇവിടെ 1 + 1 2. നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് 1 ആണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് 2 ആണ്. പ്രഷർ കൂട്ടിയാൽ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. നമ്പർ ഓഫ് മോൾസ് കുറവ് എവിടെയാ? റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലാണ്. ആ സൈഡിലേക്ക് വരും. ആ സൈഡിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റായിട്ട് മാറും. പ്രോഡക്റ്റ് റിയാക്റ്റൻ്റായിട്ട് മാറുന്നത് ഏത് റിയാക്ഷനാണ്? ബാക്ക്വേഡ് റിയാക്ഷനാണ്. ക്ലിയർ ആയല്ലോ? നമ്പർ ഓഫ് മോൾസ് എവിടെയാണോ കുറവുള്ളത് ആ ഡയറക്ഷനിൽ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും പ്രഷർ കൂട്ടിയാൽ. അപ്പോൾ പ്രഷർ കൂട്ടുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ലെഫ്റ്റിൽ എത്രയുണ്ട്, റൈറ്റിൽ എത്രയുണ്ട്. ലെഫ്റ്റിലാണോ കൂടുതൽ, റൈറ്റിലാണോ കൂടുതൽ, എവിടെയാണോ കുറവുള്ളത് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഉദാഹരണത്തിന് റൈറ്റ് സൈഡിൽ നമ്പർ ഓഫ് മോൾസ് കുറവാണ്, അപ്പോൾ ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. റൈറ്റിലേക്ക് മൂവ് ചെയ്യും. റൈറ്റിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ്? ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഇനി ലെഫ്റ്റിലാണ് കുറവെങ്കിൽ എവിടേക്ക് മൂവ് ചെയ്യും? ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാക്ക്വേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ? ഇനി H2 + I2 gives 2HI. ഇവിടെ പ്രഷർ കൂട്ടുകയാണ്. എന്ത് സംഭവിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് മോൾസ് 1, ഇവിടെ നമ്പർ ഓഫ് മോൾസ് 1. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് 2 അല്ലേ. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് 2 അല്ലേ. ലെഫ്റ്റിലും റൈറ്റിലും സെയിം ആണ്. ലെഫ്റ്റിലും റൈറ്റിലും ഡിഫറൻ്റ് ആയിരുന്നെങ്കിൽ എവിടെ കുറവുണ്ടോ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തേനെ. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസും നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റും സെയിം ആണ്. ഈ ഒരു കേസിൽ അതായത് ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ there is no change in
ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിന് എന്തില്ല? ചേഞ്ച് ഇല്ല. ബൈ അപ്ലൈയിങ് പ്രഷർ. ഇക്വിലിബ്രിയത്തിന് പ്രഷർ അപ്ലൈ ചെയ്തെന്നും പറഞ്ഞ് യാതൊരു ചേഞ്ചും ഉണ്ടാവത്തില്ല. ഇതാണ് ലേ ചാർലിയർ പ്രിൻസിപ്പിളിൻ്റെ രണ്ടാമത്തെ കേസ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറോ പ്രഷറോ കോൺസെൻട്രേഷനോ ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിൽ പോവും, എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ബാക്ക്വേഡ് ഡയറക്ഷനിൽ പോവും. പ്രഷർ ആണെങ്കിൽ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് ആ ഡയറക്ഷനിൽ പോവും. ഇനി നമ്പർ ഓഫ് മോൾസ് രണ്ടിടത്തും തുല്യമാണെങ്കിൽ പ്രഷറിന് അവിടെ ചേഞ്ച് ഒന്നുമില്ല. ഇനി കോൺസെൻട്രേഷൻ എങ്ങനെയാണെന്ന് ഇതാ നോക്കിയേ. എ റിവേഴ്സിബിളി ഗീവ്സ് ബി. എ ബി ആകുന്നതിൻ്റെയും ബി തിരിച്ച് എ ആകുന്നതിൻ്റെയും സ്പീഡ് ഒരുപോലെയാണ്. ഞാൻ ആ സമയത്ത് എയുടെ കോൺസെൻട്രേഷൻ എ കുറച്ചും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എയുടെ കോൺസെൻട്രേഷൻ കുറച്ചും കൂടെ കൂട്ടി. എയുടെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ദാറ്റ് മീൻസ് എയുടെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ എ ഇല്ലാതാക്കാൻ ശ്രമിക്കും. എ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എ ഉടനെ എന്തായിട്ട് മാറും? ബി ആയിട്ട് മാറും. അപ്പം റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടിയാൽ അത് പെട്ടെന്ന് എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഏത് ഡയറക്ഷനിൽ പോകും? ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്ന കുറച്ച് പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇക്വിലിബ്രിയത്തിൽ റിയാക്ടൻറ്റും ഉണ്ട് പ്രോഡക്റ്റും ഉണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് പ്രോഡക്റ്റ് ഇട്ട് കൊടുത്തു. ഈ പ്രോഡക്റ്റ് എല്ലാം പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറും? റിയാക്ടൻ്റ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും? ബാക്ക്വേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഏത് ഡയറക്ഷനിലാണ്? ബാക്ക്വേഡ് ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്. ക്ലിയർ ആയല്ലോ? ലേ ചാർലിയർ പ്രിൻസിപ്പിൾ ഇത്രയുമാണ് പറയുന്നത്. ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറോ പ്രഷറോ കോൺസെൻട്രേഷനോ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ അത് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചോദിക്കും ടെമ്പറേച്ചർ എങ്ങനെയാ? നിങ്ങൾ നോക്കണം. ഒരു റിയാക്ടൻറ്റിൻ്റെ കൂടെ ഹീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് എൻഡോതെർമിക് റിയാക്ഷനാണ്. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അത് ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഇനി തന്നിരിക്കുന്ന റിയാക്ഷൻ എടുക്കുക. പ്രോഡക്റ്റിൻ്റെ കൂടെ ആ ഹീറ്റെങ്കിൽ ഈ റിയാക്ഷൻ എക്സോതെർമിക് ആണ്. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ അത് ഏത് ഡയറക്ഷനിൽ വരും? ബാക്ക്വേഡ് ഡയറക്ഷനിൽ വരും. ഇനി പ്രഷർ ആണെങ്കിൽ നിങ്ങൾ നോക്കണം, ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള മോളുകളുടെ എണ്ണം രണ്ടും തുല്യമാണെങ്കിൽ അവിടെ പ്രഷറിന് യാതൊരു എഫക്റ്റും ഇല്ല. ഇനി രണ്ട് ഡിഫറൻ്റ് ആണെങ്കിൽ എവിടെയാണോ ആൾക്കാരുടെ എണ്ണം കുറവുള്ളത് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. കോൺസെൻട്രേഷൻ ആണെങ്കിൽ റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ അത് ഫോർവേഡ് ഡയറക്ഷൻ ആവും. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂട്ടി കൊടുക്കുന്നതെങ്കിൽ അത് ബാക്ക്വേഡ് ഡയറക്ഷനിൽ പോവും. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഈ ലേ ചാർലിയർ പ്രിൻസിപ്പിൾ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിനും ആപ്ലിക്കബിൾ ആണ്. ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിനും ആപ്ലിക്കബിൾ ആണ്. ഉദാഹരണത്തിന് ഐസ്, വാട്ടർ. ഐസ് ലിക്വിഡായിട്ട് മാറുക. ഐസ് എന്തായിട്ട് മാറുക? വാട്ടറായിട്ട് മാറുക. വാട്ടർ ലിക്വിഡായിട്ട് മാറുക. അപ്പോൾ ഐസ് വാട്ടർ ആകുന്നു, വാട്ടർ തിരിച്ച് ഐസ് ആകുന്നു. ഇതല്ലേ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ കെമിക്കൽ ചേഞ്ചുകളൊന്നും നടക്കുന്നില്ല. ഫിസിക്കലി അതിൻ്റെ ആ ഒരു സ്റ്റേറ്റിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ ഈ ഐസ് വാട്ടർ ആകുക എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് ചൂടാക്കുമ്പോഴല്ലേ? ഐസിൻ്റെ മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴല്ലേ? ദാറ്റ് മീൻസ് ഐസ് വാട്ടർ ആകുക എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇത് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും? ടെമ്പറേച്ചർ കൂട്ടിയാൽ ഐസ് എന്തായിട്ട് മാറും? കൂടുതൽ വാട്ടറായിട്ട് മാറും. ഐസ് വാട്ടർ ആകുക എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും? ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ ഐസിനകത്ത് ഒരു ചുറ്റികല്ലെടുത്ത് ഇടിക്കുകയാണ്, പ്രഷർ കൊടുക്കുകയാണ്. പ്രഷർ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഐസ് എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും. അപ്പം പ്രഷർ കൂട്ടിയാലും ടെമ്പറേച്ചർ കൂട്ടിയാലും ഐസ് എന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. അപ്പോൾ ഇതൊരു ഫിസിക്കൽ ഇക്വിലിബ്രിയമാണ് അല്ലേ? ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് പ്രഷർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂട്ടിയാലും പ്രഷർ കൂട്ടിയാലും ഐസ് എന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. ഏത് ഡയറക്ഷനിൽ നടക്കും? ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. ഇനി നോക്കിയേ, വാട്ടർ ലിക്വിഡ് വാട്ടർ വേപ്പറായിട്ട് മാറുക. വാട്ടർ വേപ്പറായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആകുക. നമുക്കറിയാം വെള്ളം ആവിയാകുക. വെള്ളം ആവിയാകുന്ന പ്രോസസ്സ് നമ്മൾ ചൂടാക്കുമ്പോൾ മാത്രമേ നടക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് വാട്ടർ വേപ്പറാകുന്നത്. ഈ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഏത് ഡയറക്ഷനിൽ നടക്കും? വാട്ടർ വേപ്പറാവും. വാട്ടർ വേപ്പറാകുക എന്ന് പറഞ്ഞാൽ ഏത് റിയാക്ഷനാണ്? ഫോർവേഡ് റിയാക്ഷനാണ്. അപ്പം ശ്രദ്ധിക്കുക, പ്രഷർ നമ്മൾ കൂട്ടിയാൽ, ഈ സിസ്റ്റത്തിൻ്റെ പ്രഷർ കൂട്ടിയാൽ
പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഗ്യാസ് മോളിക്യൂളുകൾ അടുത്തടുത്ത് വരികയും അത് ലിക്വിഡാകുകയും ചെയ്യത്തില്ലേ? പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ എത്രത്തോളം മർദ്ദം കൊടുക്കുന്നോ അത് ചുരുങ്ങി 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 അടുത്തടുത്ത് വരും. അപ്പോൾ നമ്മൾ ഈ ലിക്വിഡും ഇരിപ്പുണ്ട്, വേപ്പറും ഇരിപ്പുണ്ട്. നമ്മൾ നല്ലപോലെ പ്രഷർ കൊടുക്കുക. നല്ലപോലെ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് ലിക്വിഡ് വേപ്പർ ആവത്തില്ല, പകരം വേപ്പർ തിരിച്ച് എന്തായിട്ട് മാറും? ലിക്വിഡാകും. അപ്പോൾ പക്ഷെ അത് ഏത് ഡയറക്ഷനിൽ പോകും? ബാക്ക്വേർഡ് ഡയറക്ഷനിൽ. അപ്പം ടെമ്പറേച്ചർ കൂട്ടിയാൽ, ടെമ്പറേച്ചർ മാത്രമായിട്ട് കൂട്ടിയാൽ ഇത് ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. പ്രഷർ മാത്രമായിട്ട് കൂട്ടിയാൽ ഇത് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിയാക്ഷൻ നടക്കാൻ ഏറ്റവും നല്ല കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷറും അല്ലേ? ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷറുമാണ്. നല്ല ടെമ്പറേച്ചർ കൊടുക്കുക, ലിക്വിഡ് മൊത്തം എന്തായിട്ട് മാറിക്കോളും? പേപ്പർ ആവും. ദാറ്റ് മീൻസ് ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഇനി പ്രഷർ നമ്മൾ നല്ലപോലെ കുറയ്ക്കുക. പ്രഷറിന് ഒന്നും ചെയ്യാതെ പ്രഷർ കുറച്ച് കുറച്ച് കൊണ്ടുവരിക. പ്രഷർ കുറയുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ലിക്വിഡ് എന്തായിട്ട് മാറിക്കോളും? വേപ്പറായിട്ട് മാറിക്കോളും. അതായത് ലേറ്റസ്റ്റ് പ്രിൻസിപ്പലിന് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ മാത്രമല്ല ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിലും ഒരേ പങ്ക് തന്നെയാണ്. ഓക്കെ ആണല്ലോ? നമുക്കിതിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓൺ അപ്ലൈയിങ് പ്രഷർ ടു ദ ഇക്വിലിബ്രിയം ഐസ് ടു വാട്ടർ വിച്ച് ഫിനോമിനൻ വിൽ ഹാപ്പൻ? ഐസ് വെള്ളമായിക്കൊണ്ട് ഐസ് വെള്ളമായിട്ട് മാറുകയാണ്. ഐസ് എന്തായിട്ട് മാറുകയാണ്? വാട്ടർ. ഐസ് എന്തായിട്ട് മാറുകയാണ്? വെള്ളമായിട്ട് മാറുകയാണ്. വാട്ടർ ലിക്വിഡായിട്ട് മാറുക. ഇതാ റിയാക്ഷൻ. ഇക്വിലിബ്രിയത്തിലിരിക്കുക. അപ്പം നമ്മൾ പ്രഷർ കൊടുക്കുക. ഐസിനകത്തോട്ട് പ്രഷർ നല്ലപോലെ കൊടുത്താൽ ഐസ് മൊത്തം എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും. ഐസ് വെള്ളമായിട്ട് മാറും. ഐസ് വെള്ളമായിട്ട് മാറുന്ന റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ. എങ്ങോട്ട് മൂവ് ചെയ്യും? റൈറ്റിലേക്ക് മൂവ് ചെയ്യും അല്ലേ? ഓപ്ഷൻസ് നോക്കിയേ. മോർ ഐസ് വിൽ ബി ഫോംഡ്. കൂടുതൽ ഐസാണോ ഉണ്ടാവുന്നത്? ഐസിന് പ്രഷർ കൊടുത്താൽ, ഈ സിസ്റ്റത്തിന് പ്രഷർ കൊടുത്താൽ കൂടുതൽ ഐസ് ഉണ്ടാവുമോ? ഇല്ല, കൂടുതൽ വെള്ളം ഉണ്ടാകും അല്ലേ? മോർ വാട്ടർ വിൽ ബി ഫോംഡ്. ഇക്വിലിബ്രിയം വിൽ നോട്ട് ബി ഡിസ്റ്റർബ്ഡ്. ഇക്വിലിബ്രിയത്തിന് ഒന്നും സംഭവിക്കത്തില്ല. ഇക്വിലിബ്രിയത്തിന് സംഭവിക്കും. ഇക്വിലിബ്രിയം എങ്ങോട്ട് മൂവ് ചെയ്യും? റൈറ്റിലേക്ക് മൂവ് ചെയ്യും. വാട്ടർ വിൽ ഇവാപ്പറേറ്റ്. ഉണ്ടാകുന്ന വെള്ളം അങ്ങ് ഇവാപ്പറേറ്റ് ചെയ്തു പോവോ പ്രഷർ കൂട്ടുമ്പോൾ? ഇല്ല. പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് ലിക്വിഡ് എന്തായിട്ട് മാറുക? വേപ്പറായിട്ട് മാറുക. പിന്നെ ആ ലിക്വിഡിൽ പ്രഷർ കൊടുത്താൽ ഒരിക്കലും അത് വേപ്പറായിട്ട് പോകത്തില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? മോർ വാട്ടർ വിൽ ബി ഫോംഡ്. കൂടുതൽ വെള്ളം ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഷുഡ് ബി മോർ ഫേവറബിൾ ഫോർ ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻ ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന്? H2 H+H ആയിട്ട് മാറുന്നു. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് പോസിറ്റീവാണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? എൻഡോതെർമിക് റിയാക്ഷൻ അല്ലേ? എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി, ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കും അല്ലേ? ടെമ്പറേച്ചർ കൂട്ടിയാൽ ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കും. നോക്കാം നമുക്ക്. 2000 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആൻഡ് 760 mm പ്രഷർ. അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും കൂടെ തന്നേക്കുക. അപ്പോൾ നോക്കിയേ, ഇവിടെ ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി, ഫോർവേഡ് ഡയറക്ഷൻ കൂടും. അപ്പോൾ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുക. ഇനി പ്രഷറിന് എന്ത് സംഭവിക്കും? ഇവിടെ എല്ലാ ടെമ്പറേച്ചറും പ്രഷറും കൂടെ തന്നതുകൊണ്ട് നമുക്ക് പ്രഷർ കൂടെ നോക്കണം. പ്രഷറിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റിലുള്ള നമ്പർ ഓഫ് മോൾസ് എടുത്തു, റൈറ്റിലുള്ള നമ്പർ ഓഫ് മോൾസ് എടുത്തു. ലെഫ്റ്റിൽ ഒരെണ്ണം, റൈറ്റിൽ 2 എണ്ണം. നമ്മൾ പറഞ്ഞു പ്രഷർ കൂട്ടിയാൽ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യത്തില്ലേ? അങ്ങനെയാണെങ്കിൽ പ്രഷർ കൂട്ടിയാൽ ഇത് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്? ബാക്ക്വേഡിലാണ്. പ്രഷർ കൂട്ടിയാൽ ബാക്ക്വേഡിൽ മൂവ് ചെയ്യും. നമുക്ക് എന്താ ആവശ്യം? ഫോർവേഡിൽ മൂവ് ചെയ്യണം. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഫോർവേഡിൽ മൂവ് ചെയ്യും. ഓക്കെ, ഇനി പ്രഷർ എന്ത് ചെയ്യണം? പ്രഷർ കൂട്ടിയാൽ അത് ബാക്ക്വേഡിലേക്ക് പോകും. ദാറ്റ് മീൻസ് പ്രഷർ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അപ്പോൾ പ്രഷർ കുറയ്ക്കുക, ടെമ്പറേച്ചർ കൂട്ടുക. നോക്കാം, ഇവിടെ ടെമ്പറേച്ചർ 2000, പ്രഷർ 760 mm. നല്ല പ്രഷറാണല്ലേ? ഇവിടെ 3500 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ 100 cm of mm. ഇവിടെ ഏറ്റവും പ്രഷർ കുറവും ഏറ്റവും ഹൈ ടെമ്പറേച്ചറും എടുത്താൽ മതി. ദാ ടെമ്പറേച്ചർ 3500, പ്രഷർ 1 mm. ഇവിടെ 760 mm, ഇവിടെ 100 mm, ഇവിടെ 1 mm. അപ്പോൾ എവിടെയാണോ ലോ പ്രഷർ, എവിടെയാണോ ഹൈ ടെമ്പറേച്ചർ, അത് ഏത് ഡയറക്ഷനിൽ നടക്കും? ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കും. സോ നമ്മുടെ ആൻസർ ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കൊള്ളുക. അസേർഷൻ പറഞ്ഞിരിക്കുകയാണ്, SO2 ഗ്യാസ് half O2 ഗ്യാസുമായിട്ട് ചേർന്ന് SO3 ഗ്യാസായിട്ട് മാറി പ്ലസ് ഹീറ്റ്.
ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഫേവേർഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ശരിയോ തെറ്റോ? ഇതാ നോക്കിയേ, ഹീറ്റ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റിൻ്റെ സൈഡിലാണ് ഹീറ്റ് എങ്കിൽ ഈ റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് റിയാക്ഷനാണ്. എക്സോതെർമിക് റിയാക്ഷൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ അത് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നടക്കും അല്ലേ? ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഫോർവേഡ് അറ്റ് ലോ ടെമ്പറേച്ചർ. അപ്പം ടെമ്പറേച്ചർ കൂട്ടിയാൽ അത് ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കുന്നത് എപ്പോഴാണ്? ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ. കറക്റ്റ് അല്ലേ? ആൻഡ് ഹൈ പ്രഷർ. ഇനി പ്രഷർ കറക്റ്റ് ആണെന്ന് നോക്കാം. ഇവിടെ 1 മോള്, ഇവിടെ 1.5 മോള്, 1 + 1/2. അടുത്ത 1 + 1/2. ഇവിടെ 1 മോളേ ഉള്ളൂ അല്ലേ? അപ്പം പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് എവിടെയാണോ കുറവ് അവിടേക്ക് പോകും. നമ്പർ ഓഫ് മോൾസ് ഇവിടെ അല്ലേ കുറവ്? അപ്പോൾ പ്രഷർ കൂട്ടിയാൽ ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കും. ടെമ്പറേച്ചർ കൂട്ടിയാൽ ബാക്ക്വേർഡ് ആവത്തില്ലേ? ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കണമെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പം ടെമ്പറേച്ചർ കുറച്ചാലോ പ്രഷർ കൂട്ടിയാലോ ഈ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? അസേർഷൻ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ആണ്. ഇനി റീസൺ നോക്കാം. റിയാക്ഷൻ ഈസ് എൻഡോതെർമിക്. റിയാക്ഷൻ എൻഡോതെർമിക് ആണോ? എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ വേണം ഹീറ്റ് കാണിക്കാൻ. ഇവിടെ പ്രോഡക്റ്റിൻ്റെ സൈഡിലാണ് ഹീറ്റ് കിടക്കുന്നത്. സോ ഇത് എക്സോതെർമിക് ആണ്, എൻഡോതെർമിക് അല്ല. അപ്പോൾ അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ തെറ്റാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ തെറ്റാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ റിയാക്ഷൻ കാൽസ്യം കാർബണേറ്റ് റിവേഴ്സിബിളി ഗീവ്സ് കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗോസ് ടു കംപ്ലീഷൻ ഇൻ ലൈംകിൻ ബിക്കോസ്, അതായത് ഈ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് എത്തി, ആ ലൈംകിനിൽ വെച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് മാറി, ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി. ഓഫ് ദ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ, ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ റിയാക്ഷൻ എവിടേക്ക് പോകും? ഫോർവേഡ് ഡയറക്ഷനിൽ പോകും അല്ലേ? കൂടുതൽ കാൽസ്യം കാർബണേറ്റ് ഇത് കംപ്ലീറ്റ് ആയെന്നാണ് പറഞ്ഞത്. ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി. ദാറ്റ് മീൻസ് കാൽസ്യം കാർബണേറ്റ് മൊത്തം തീർന്നല്ലേ മീനിങ്? കാൽസ്യം കാർബണേറ്റ് തീർന്നു കഴിഞ്ഞാൽ ആരുണ്ടായി? കാർബൺ ഡൈ ഓക്സൈഡും കാൽസ്യം ഓക്സൈഡും ഉണ്ടായി. ദാറ്റ് മീൻസ് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് എന്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്? കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഫ് ദ ഹൈ ടെമ്പറേച്ചർ കാൽസ്യം ഓക്സൈഡ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ കാൽസ്യം കാർബണേറ്റ്. അതങ്ങാണോ കാര്യം? അല്ല. കാൽസ്യം ഓക്സൈഡ് ഈസ് നോട്ട് ഡിസോസിയേറ്റഡ്. കാൽസ്യം ഓക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്യും. പ്രോഡക്റ്റ് ഉടനെ തന്നെ റിയാക്റ്റൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് കണ്ടിന്യൂസ്ലി. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായത് മൊത്തം എന്ത് ചെയ്യുക? തിരിച്ച് പഴയതുപോലെ ആയിക്കൊണ്ട് ഇരിക്കുകയാണ്, എസ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആസ് എ റിസൾട്ട് ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് മൊത്തം അങ്ങ് എസ്കേപ്പ് ചെയ്ത് പോവുകയാണ്. ആസ് എ റിസൾട്ട് റിയാക്ഷൻ കംപ്ലീറ്റ് ആയി. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിലല്ലേ ഇത് കമ്പൈൻ ചെയ്ത് തിരിച്ച് റിയാക്റ്റൻ്റ് ആയിട്ട് മാറത്തുള്ളൂ. ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് മൊത്തം അങ്ങ് പോയി, പിന്നെ കമ്പൈൻ ചെയ്യാൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല. ആസ് എ റിസൾട്ട് റിയാക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് കണ്ടിന്യൂസ്ലി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ എ റിവേഴ്സിബിൾ എക്സോതെർമിക് റിയാക്ഷൻ extent of reaction decreases with increase in temperature. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ റിയാക്ഷൻ്റെ സ്പീഡ് ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് കുറയുന്നു. നമ്മൾ പഠിച്ചതേ ഉള്ളൂ. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കും എൻഡോതെർമിക് ആണെങ്കിൽ. ടെമ്പറേച്ചർ കൂട്ടിയാൽ റിയാക്ഷൻസ് ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കത്തില്ല എക്സോതെർമിക് ആണെങ്കിൽ. അപ്പോൾ അസേർഷൻ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ഫോർ എക്സോതെർമിക് റിയാക്ഷൻ എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ, ആ റിയാക്ഷൻ്റെ ആ ഒരു സ്പീഡ് എന്ത് ചെയ്യുക? ഫോർവേഡ് ഡയറക്ഷൻ്റെ സ്പീഡ് എന്ത് ചെയ്യുക? കുറയുക ടെമ്പറേച്ചർ കൂട്ടിയാൽ. ഇൻ എ റിവേഴ്സിബിൾ എക്സോതെർമിക് റിയാക്ഷൻ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ മോർ ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ്. എക്സോതെർമിക് റിയാക്ഷൻ്റെ കേസിൽ ടെമ്പറേച്ചർ പ്രോഡക്റ്റ് ഫോർമേഷനാണ്, അല്ലെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനെയാണ് കൂടുതൽ കൂട്ടുന്നതെന്നാണോ? ടെമ്പറേച്ചർ കൂട്ടിയാൽ എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലല്ലേ നടക്കുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെയാണ്. ദ എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ ഡിക്രീസസ്, അതായത് ടെമ്പറേച്ചർ കൂട്ടിയാൽ റിയാക്ഷൻ്റെ സ്പീഡ് കുറയാണ് എക്സോതെർമിക് ആണെങ്കിൽ. ശരിയാണ്, നമ്മൾ പറഞ്ഞു ബാക്ക്വേർഡിലോട്ടായിരിക്കും നടക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ് റിവേഴ്സിബിൾ എക്സോതെർമിക് റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാകും. ടെമ്പറേച്ചർ കൂട്ടിയാൽ എക്സോതെർമിക് ആണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷൻ ആണോ? അല്ല, ബാക്ക്വേർഡ് ഡയറക്ഷനാ. അസേർഷൻ കറക്റ്റാണ്, റീസൺ തെറ്റാണ്. ഓക്കെ. ഇനി അടുത്ത ടൈമാണ് റിയാക്ഷൻ കോഷ്യൻ്റ്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്.
അടുത്തയാണ് റിയാക്ഷൻ കോഷ്യന്റ്. Reversibly gives N1C plus ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാം. Kc is equal to concentration of C divided by concentration of A raised to M1 into concentration of B raised to M2. M1A plus M2B gives reverse. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ എത്തുമോ? ഒരിക്കലും ഇല്ല. സ്റ്റാർട്ടിങ്ങിൽ റിയാക്ടൻ്റ് മാത്രമേ ഉള്ളൂ, പ്രോഡക്റ്റ് ഇല്ലായിരിക്കും. റിയാക്ടൻറ്റും ആയിരിക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്ടൻ്റ് ആണ്. ഈ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷനും റിയാക്ടൻ്റ് എത്തണമെന്ന് നിർബന്ധമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും ഇവരുടെ റേഷ്യോ എഴുതാം. ഇത് ഇക്വിലിബ്രിയത്തിൽ ഏത് സമയത്ത് വേണേലും ഈ റേഷ്യോ എഴുതാൻ പറ്റുമെങ്കിൽ ആ ഏത് സമയത്തുള്ള ഇതിനെ വിളിക്കുന്ന പേരാണ് N1 into D raised to N2 divided by concentration of A raised to M ആണ്. ഇത് അറ്റ് ഇക്വിലിബ്രിയം ആണ്. ഇത് എന്താണ്? അറ്റ് എനി ടൈമാണ്. അറ്റ് എനി ടൈമാണ്. ഏത് സമയത്ത് പ്രോഡക്റ്റും റിയാക്ടൻറ്റും തമ്മിലുള്ള കോൺസെൻട്രേഷൻ്റെ റേഷ്യോ എഴുതുന്നോ അതിനെ വിളിക്കുന്നു റിയാക്ഷൻ കോഷ്യൻ്റ് എന്ന്. ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള ഇവരുടെ റേഷ്യോയെ വിളിക്കുന്നു ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന്. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താ? നമ്മൾ ഇത് തമ്മിൽ ചെയ്തു നോക്കുമ്പോൾ റിയാക്ഷൻ കോഷ്യൻറ്റിൻ്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റിൻ്റെയും വാല്യൂ ഒന്നാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഒന്നാണ് കിട്ടുന്നതെങ്കിൽ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. ഈ സിസ്റ്റം നമ്മൾ എടുത്തിരിക്കുന്ന ഈ സമയത്ത് കിട്ടിയിരിക്കുന്ന സാധനം എന്താണ്? ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ ആണോ? ക്യൂസിൻ്റെ വാല്യൂവും കേസിൻ്റെ വാല്യൂവും സെയിം ആണെങ്കിൽ ആ സിസ്റ്റം എങ്ങനെയാണ്? ഇക്വിലിബ്രിയത്തിലാണ്. ഇനി ക്യൂസിയുടെ വാല്യൂ കെ സിയേക്കാൾ കുറവാണെന്ന് വിചാരിക്കുക. ക്യൂസിയുടെ വാല്യൂ കെ സിയേക്കാൾ കുറവാണെങ്കിൽ ആ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും. എന്താ? ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും. ഇനി ക്യൂസിയുടെ വാല്യൂ ആണ് കെ സിയേക്കാൾ കൂടുതലെങ്കിൽ അത് ബാക്ക്വേഡ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ രണ്ട് ക്യൂസിയുടെയും കെ സിയുടെയും വാല്യൂ തരിക. ഇത് ഇക്വിലിബ്രിയത്തിലാണോ, ഫോർവേഡ് ഡയറക്ഷനിലാണോ, ബാക്ക്വേഡ് ഡയറക്ഷനിലാണോ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെയും റിയാക്ഷൻ കോഷ്യൻറ്റിൻ്റെയും വാല്യൂ സെയിം ആണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാണ്. ക്യൂസിയുടെ വാല്യൂ കെ സിയേക്കാൾ കുറവാണെങ്കിൽ അത് ഫോർവേഡ് ഡയറക്ഷനിലാണ്. ക്യൂസിൻ്റെ വാല്യൂ കെ സിയേക്കാൾ കൂടുതലാണെങ്കിൽ അത് ബാക്ക്വേഡ് ഡയറക്ഷനിലാണ്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് Le Chatelier പ്രിൻസിപ്പിളും റിയാക്ഷൻ കോഷ്യൻറ്റും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ കെമിക്കൽ ഇക്വിലിബ്രിയമേ ആയിട്ടുള്ളൂ. അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് തന്നെ കിടക്കുകയാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം ഇനി പ്രോബ്ലംസും വളരെ ചെറുതായിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെ ആകുമ്പോൾ നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയം കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എക്സർസൈസ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.